ഈ സന്തോഷവും സമാധാനവും എന്നെല്ലാം പറയുന്നത് ഈ തുലാശി പോലെയല്ലേ. ഇന്ന് താഴെത്തട്ടിലായിരിക്കും, നാളെ മേലത്തെ തട്ടിലായിരിക്കും. ഞാൻ രാവിലെ എണീറ്റ് പയമ്പാട്ടി ചായയെല്ലാം കുടിക്കും. മുഹമ്മദ് വയനാട്ടിൽ പോയിക്ക് എല്ലാം കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെ പ്രശ്നങ്ങൾ വരുന്നത്. പുക ടെസ്റ്റിൻ്റെതും വാടകേൻ്റെതെല്ലാം. വാടകേൻ്റെ പ്രശ്നമില്ല, പക്ഷേ 2 ആഴ്ചയെല്ലാം നിന്ന് പോകുമ്പോൾ നമ്മളെന്തോ കുത്തിവിട്ടിട്ടാന്ന് വിചാരിക്കൂലേ, അല്ലെങ്കിൽ എന്താ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഏത് വിഷയത്തൊന്നും തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് വരും. പക്ഷെ അതിൽ നിന്ന് റിക്കവറായി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ആ സമയത്ത് ഞാൻ വിചാരിക്കും ഇല്ലെന്ന് ഇനി എനിക്കൊരു എണീറ്റും ഇല്ലാന്ന്. പിന്നെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് പാകപ്പെടുത്തിക്കൊണ്ടേരും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനോ അങ്ങനെയെല്ലാം സംഭവിച്ചു പോയില്ലേ. അപ്പം അതിനെക്കാട്ടിലും വലിയ വേറെ എന്തെല്ലാം വരാനുണ്ടാവും. ഇനിയിപ്പോൾ എത്ര അതിലും വലിയ വിഷയം വേറെ വന്നുണ്ടാവും. അങ്ങനെയല്ല എൻ്റെ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞ് പാകപ്പെടുത്തി പിന്നെ അങ്ങനെ അങ്ങ് ഓക്കെ ആവും. പക്ഷെ അതിന് കുറേ സമയം എടുക്കും. അപ്പോഴത്തേക്ക് ഞാൻ 1-2 തലവേദനയും 1-2 ഹോസ്പിറ്റൽ കേസെല്ലാം കഴിയും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മോള് വിളിച്ചിട്ട് പറയുന്നത്, ഞാൻ വരുന്നുണ്ട്, നമുക്കൊരു ഹോസ്പിറ്റൽ കേസുണ്ട്, ഉമ്മാടെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ കൂടുതലൊന്നും ഞാൻ മക്കളോട് അങ്ങനെ 2 അങ്ങനെ പറയൂല. ഞാൻ എല്ലാ കാര്യവും ഷെയർ ചെയ്യാം മുഹമ്മദോട് മാത്രം. അതുപോലെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. മുഹമ്മദ് അതെങ്ങനെ പ്രതികരിക്കും എന്നുള്ള എനിക്ക് നല്ലോണം അറിയാവുകൊണ്ട് എല്ലാ കാര്യവും ഞാൻ അവൻ്റെ അടുത്താണ് ഞാൻ ഷെയർ ചെയ്യും. ഈ പുക ടെസ്റ്റിൻ്റെ ഒന്നും ഞാൻ ഓലെയൊന്നും വിളിച്ചറിയിച്ചിട്ടില്ല. പൊതുവേ എനിക്കങ്ങനെ വിളിച്ചറിയിക്കൽ ഇഷ്ടമല്ല. ഒരു ഉപ്പാനെ ഞാനൊന്നും അറിയിക്കില്ല, ഇവരെ 2 ഒന്നും പറയില്ല. മുഹമ്മദോടെല്ലാം ഓക്കെ ആ സ്പോട്ടിൽ ഞാനങ്ങ് പറയും. എനിക്കറിയാം അവനത് ഏറ്റെടുക്കും എന്നുള്ള. അങ്ങനെ എന്താക്കി ഓളത് വിളിച്ച് പറഞ്ഞേരെ എണീറ്റ് ഷടപടേ ചോറും കറിയെല്ലാം ഉണ്ടാക്കി, ചിക്കൻ പൊരിച്ച് ചിക്കൻ കറി വെച്ച് നെയ്ച്ചോറുണ്ടാക്കി. അപ്പോൾ ഇത്ര